ഹായ് എവരിവൺ, നമ്മുടെ ഏണോസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് നോക്കാൻ പോകുന്നത്. അതിൽ നമുക്ക് FM-ലുള്ള ഫ്ലൂയിഡ് മെക്കാനിക്സിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദ ലിക്വിഡ് യൂസ്ഡ് ഇൻ എ മാനോമീറ്റർ? അതായത് ഒരു മാനോമീറ്ററിൽ യൂസ് ചെയ്യുന്ന ലിക്വിഡിന് ആവശ്യമില്ലാത്ത ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഈ താഴെ പറയുന്നതിൽ ഏതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൽ ഒന്നാമത് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ദ ലിക്വിഡ് ഷുഡ് സ്റ്റിക്ക് ഓൺ ദ വാൾസ്. അതായത് ലിക്വിഡ് ആ വാളിൽ സ്റ്റിക്ക് ചെയ്യണോ വേണ്ടേ എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത്. 2, ഹൈ വിസ്കോസിറ്റി വേണം എന്നുള്ളത്. അടുത്തത് 3, ലോ സർഫസ് ടെൻഷൻ. 4, ഇറ്റ് ഷുഡ് ബി ഇമ്മിസിബിൾ. അതായത് ഇതിൽ ഏതാണ് ഒരു മാനോമീറ്റർ യൂസ് ചെയ്യുന്ന ലിക്വിഡിന് ആവശ്യമില്ലാത്ത ക്വാളിറ്റി എന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് പറയുന്നത്. ഓക്കെ, അതിനകത്ത് ക്വസ്റ്റ്യൻ, അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നമ്മൾ ഫസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ലിക്വിഡ് ഷുഡ് സ്റ്റിക്ക് ഓൺ ദ വാൾസ്. അതായത് ലിക്വിഡ് ആ വാളിൽ ഒട്ടിപ്പിടിച്ചിരിക്കണമോ എന്നുള്ളതാണ്. അത് ആക്ച്വലി അതിന് വേണ്ടാത്തൊരു ക്വാളിറ്റിയാണ്. ഹൈ വിസ്കസിറ്റി കൂടുതലാണോ എന്നുള്ളത്. വിസ്കസിറ്റി കൂടുതലാവാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അതായത് ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന, അതായത് നമ്മുടെ മാനോമീറ്റർ യൂസ് ചെയ്യുന്ന ലിക്വിഡില് അല്ലെങ്കിൽ ആ ഫ്ലൂയിഡിന്റെ വിസ്കസിറ്റി കുറവായിരിക്കണം. അപ്പൊ ഇതൊരു നമ്മുടെ ഓപ്ഷനാണ്. അടുത്തത് ലോ സർഫസ് ടെൻഷൻ കുറവായിരിക്കണം, അത് കറക്റ്റ് ആണ്. ഷുഡ് ബി ഇമ്മിസിബിൾ. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന മാനോമീറ്റർ ലിക്വിഡ് നമ്മൾ ഏത് ലിക്വിഡിന്റെ പ്രഷറാണോ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുമായിട്ട് മിസ് ചെയ്യാൻ പാടില്ല. അതായത് ഒന്നാമത് പറഞ്ഞേക്കുന്നത് വേണ്ടുന്ന ക്വാളിറ്റിയാണ്. അതായത് ലിക്വിഡ് ഷുഡ് സ്റ്റിക്ക് ഓൺ ദ വാൾസ്. അതായത് ലിക്വിഡ് ഈ വാളിനകത്ത് ഷുഡ് നോട്ട് സ്റ്റിക്ക് ഓൺ ദ വാൾസ്. അതായത് ലിക്വിഡ് വാളിൽ ഒട്ടിപ്പിടിക്കാൻ പാടില്ല, അത് വേണ്ടുന്ന ക്വാളിറ്റിയാണ്. ലോ സർഫസ് ടെൻഷൻ മാനോമെട്രിക് ഫ്ലൂയിഡിന് ആവശ്യമുള്ള ക്വാളിറ്റിയാണ്. ഇറ്റ് ഷുഡ് ബി ഇമ്മിസിബിൾ, അതും ആവശ്യമുള്ള ക്വാളിറ്റിയാണ്. അപ്പൊ നമുക്ക് ആവശ്യമില്ലാത്ത ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഹൈ വിസ്കസിറ്റി. അതായത് ഒരു മാനോമെട്രിക് ഫ്ലൂയിഡിൽ മാനോമീറ്ററിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഫ്ലൂയിഡ്, അതായത് മാനോമെട്രിക് ഫ്ലൂയിഡ് അല്ലെങ്കിൽ മാനോമെട്രിക് ലിക്വിഡിന്റെ വിസ്കസിറ്റി കുറവായിരിക്കണം. അതാണ് നമ്മുടെ ഓപ്ഷൻ. അതായത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. അതായത് ഹൈ വിസ്കസിറ്റി ആണ് ഇതിന് ആവശ്യമില്ലാത്ത ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ അല്ലെങ്കിൽ ക്വാളിറ്റി. അപ്പൊ ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മാനോമെട്രിക് ഫ്ലൂയിഡിന് ആവശ്യമുള്ള ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇത് ഇമ്മിസിബിൾ ആയിരിക്കണം. പിന്നെ എന്തായിരുന്നു, ഇതിന് സർഫസ് ടെൻഷൻ കുറവായിരിക്കണം. ഇതൊരിക്കലും ആ വാൾസിൽ പോയി ഇടിച്ചു നിൽക്കാൻ പാടില്ല. ഇതിന് ലോ വിസ്കസിറ്റി ആയിരിക്കണം ഉണ്ടാവേണ്ടത്. ഇനി നമ്മൾ ഹൈ വിസ്കസ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡിനെ നമ്മൾ മാനോമീറ്ററിൽ യൂസ് ചെയ്താൽ എന്ത് സംഭവിക്കുക പറഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ ആക്യുറേറ്റ് റീഡിങ് നമുക്ക് കിട്ടത്തില്ല. അതായത് പെട്ടെന്ന് ഒരു റീഡിങ് തരാനൊന്നും പറ്റത്തില്ല ഈ ഹൈ വിസ്കസ് ഫ്ലൂയിഡ് നമ്മൾ യൂസ് ചെയ്ത്. അതുകൊണ്ടാണ് നമ്മൾ ഹൈ വിസ്കസ് ഫ്ലൂയിഡ് ഒരിക്കലും ഒരു മാനോമീറ്ററിനകത്ത് യൂസ് ചെയ്യാത്തത്. ഓക്കെ, അടുത്ത നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 2 പോവാം. പിറ്റോ ട്യൂബ് യൂസ് ടു മെഷർ. അതായത് പിറ്റോ ട്യൂബ് ഈ താഴെ പറയുന്ന എന്ത് മെഷർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. അതില് ഒന്നാമത്തത് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ വെലോസിറ്റി അറ്റ് സ്റ്റാഗ്നേഷൻ പോയിന്റ്. അതായത് ഒരു സ്റ്റാഗ്നേഷൻ പോയിന്റുള്ള വെലോസിറ്റി മെഷർ ചെയ്യാനാണോ. അടുത്തത് രണ്ടാമത് ഓപ്ഷൻ എന്ന് പറയുന്നത് സ്റ്റാഗ്നേഷൻ പ്രഷർ മെഷർ ചെയ്യാനാണോ. 3, സ്റ്റാറ്റിക് പ്രഷർ മെഷർ ചെയ്യാനാണോ. ഡൈനാമിക് പ്രഷർ മെഷർ ചെയ്യാനാണോ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മൾ ആ സ്റ്റാഗ്നേഷൻ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, സ്റ്റാഗ്നേഷൻ പോയിന്റ് നമുക്കറിയാം എന്താണെന്ന്. സ്റ്റാഗ്നേഷൻ പ്രഷർ എന്ന് പറഞ്ഞാൽ അതായത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ആ ഫ്ലൂയിഡിലുള്ള എല്ലാ കൈനറ്റിക് എനർജിയും പ്രഷറായിട്ട് മാറിയെങ്കിൽ അവിടെയുള്ള പ്രഷറാണ് സ്റ്റാഗ്നേഷൻ പ്രഷർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് എന്ത് പറയാം, സ്റ്റാഗ്നേഷൻ പ്രഷർ ഈസ് ദ പ്രഷർ എ ഫ്ലൂയിഡ് വുഡ് ഹാവ് ഇഫ് ഓൾ ഇറ്റ്സ് കൈനറ്റിക് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻടു പ്രഷർ എനർജി. അതായത് ഒരു ഫ്ലൂയിഡിലുള്ള കംപ്ലീറ്റ് കൈനറ്റിക് എനർജി പ്രഷർ എനർജി ആയിട്ട് മാറുമ്പോൾ അതിലുള്ള ആ പ്രഷറിനെയാണ് നമ്മൾ സ്റ്റാഗ്നേഷൻ പ്രഷർ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ നമ്മൾ പറയുവാണെങ്കിൽ ഈ അതിനകത്തുള്ള ഏറ്റവും ഹയസ്റ്റ് പ്രഷർ എന്ന് പറയുന്നത് സ്റ്റാഗ്നേഷൻ പ്രഷർ ആയിരിക്കും. ഓക്കെ, ഇനി അതായത് ഈ സ്റ്റാഗ്നേഷൻ പ്രഷർ നമ്മൾ മെഷർ ചെയ്യുന്ന എവിടെയെന്ന് പറഞ്ഞാൽ ഇതിന്റെ വെലോസിറ്റി 0 ആകുമ്പോഴാണ്. വെലോസിറ്റി 0 ആയിരിക്കുന്ന സ്ഥലത്തായിരിക്കും നമ്മൾ സ്റ്റാഗ്നേഷൻ പ്രഷർ മെഷർ ചെയ്യുന്നത്. ഇനി സ്റ്റാറ്റിക് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രഷർ ഓഫ് എ ലിക്വിഡ് അറ്റ് എ ഗിവൺ പോയിന്റ്. അതായത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന ഒരു ഫ്ലൂയിഡിന്റെ പ്രഷറാണ്. ഡൈനാമിക് പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാഗ്നേഷൻ പ്രഷറും സ്റ്റാറ്റിക് പ്രഷറും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ഡൈനാമിക് പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ
പിറ്റോ ട്യൂബ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാഗ്നേഷൻ പ്രഷർ അളക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്കറിയാം എന്താണ് സ്റ്റാഗ്നേഷൻ പ്രഷർ എന്ന് പറഞ്ഞാൽ പ്രഷർ ഓഫ് എ ഫ്ലൂയിഡ് pressure a fluid would possess if all its kinetic energy is converted into pressure എന്നാണ് പറഞ്ഞത്. സ്റ്റാഗ്നേഷൻ പ്രഷർ എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള കംപ്ലീറ്റ് കൈനറ്റിക് എനർജി പ്രഷറാക്കി മാറ്റിയതിന് ശേഷമുള്ള പ്രഷറാണ് സ്റ്റാഗ്നേഷൻ പ്രഷർ. ഈ സ്റ്റാഗ്നേഷൻ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന പിറ്റോ ട്യൂബിനെ യൂസ് ചെയ്യുന്നത്. ഓർത്ത് വെക്കണം, മറന്നു പോകരുത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 3. പീസോമെട്രിക് ഹെഡ് ഇൻ എ സ്റ്റാറ്റിക് ഫ്ലൂയിഡ്. അതായത് ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡിലുള്ള പീസോമെട്രിക് ഹെഡ് എന്ന് പറയുന്നത് ഈ താഴെ പറയുന്ന ഏത് ഓപ്ഷനുമായിട്ട് കമ്പയർ ചെയ്യാനുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. റിമെയിൻസ് കോൺസ്റ്റന്റ് ഓൺലി ഇൻ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ. അതായത് പീസോമെട്രിക് ഹെഡ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ മാത്രമാണോ കോൺസ്റ്റന്റ് എന്നാണ് ആദ്യത്തെ ഓപ്ഷൻ പറയുന്നത്. രണ്ടാമതെന്ന് പറഞ്ഞാൽ റിമെയിൻസ് കോൺസ്റ്റന്റ് അറ്റ് ആൾ പോയിന്റ്സ് ഇൻ ദ ലിക്വിഡ്. ആ ലിക്വിഡിലുള്ള ആൾ പോയിന്റ്സ് എല്ലാ പോയിന്റിലും അത് കോൺസ്റ്റന്റ് ആണോ എന്നുള്ളതാണ്. മൂന്നാമത് പറയുന്നത് ഡിക്രീസസ് ലീനിയർലി വിത്ത് ഡെപ്ത് ബിലോ എ ഫ്രീ സർഫസ്. അതായത് ഇത് ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഡെപ്തിനനുസരിച്ച് ഇത് ലീനിയർ ആയിട്ട് കൂടുവോ എന്നുള്ളതാണ്. പിന്നെ അടുത്തത് ഡിക്രീസ് ചെയ്യുന്നുള്ളതാണ്. അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻക്രീസസ് ലീനിയർലി വിത്ത് ഡെപ്ത് ബിലോ എ ഫ്രീ സർഫസ്. അതായത് ഡെപ്തിനനുസരിച്ച് ഇത് ലീനിയർ ആയിട്ട് ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ ഓപ്ഷനിൽ നമുക്ക് നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഓപ്ഷൻ. അതായത് റിമെയിൻസ് കോൺസ്റ്റന്റ് അറ്റ് ആൾ പോയിന്റ്സ് ഇൻ ദ ലിക്വിഡ്. അതായത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു പീസോമെട്രിക് ഹെഡ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടില്ലേ, നമ്മുടെ ബെർണോളിസ് ഇക്വേഷനിൽ നമ്മൾ പി ബൈ റോ ജി പ്ലസ് പി സ്ക്വയർ ബൈ 2g പ്ലസ് ഇസഡ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയത്തില്ല. അതിൽ പി ബൈ റോ ജി പ്ലസ് ഇസഡിനെ നമുക്ക് വേണമെങ്കിൽ പീസോമെട്രിക് ഹെഡ് എന്ന് പറയാം. അതായത് ഇപ്പൊ ഒരു പോയിന്റ് എ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണ്. ഫോർ എക്സാമ്പിൾ ഒരു പോയിന്റ് എ, നിങ്ങളൊരു പോയിന്റ് എ നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത്, എ എന്ന് പറഞ്ഞൊരു പോയിന്റ് നിങ്ങൾ എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, പോയിന്റ് എയിലുള്ള എ എന്ന് പറഞ്ഞ പോയിന്റിലുള്ള പ്രഷർ നിങ്ങൾക്ക് പി എ എന്ന് പറയാം. ഓക്കെ, പി എ ആണ് പോയിന്റ് എയിലുള്ള പ്രഷർ എന്ന് വിചാരിക്കാം. ഇനി അവിടെ ഉള്ള ഹെഡ് ഇസഡ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഇസഡ് ആണ് അവിടെ ഉള്ള ഹെഡ് എന്ന് വിചാരിക്കുക. അപ്പൊ അവിടെ ഉള്ള പീസോമെട്രിക് ഹെഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? പി എ പ്ലസ് ഇസഡ് എന്ന് എഴുതാം. അതാണ് നമ്മുടെ പീസോമെട്രിക് ഹെഡ് എന്ന് പറയുന്ന സംഭവം. ഇനി പോയിന്റ് ബി എടുത്തു കഴിഞ്ഞാൽ അതിനെ നിങ്ങൾക്ക് എന്തെഴുതാം? പി ബി പ്ലസ് ഇസഡ് എന്ന് എഴുതാം. അതും നിങ്ങളുടെ എച്ച് തന്നെയാണ്. അപ്പൊ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഈ എച്ച് കോൺസ്റ്റന്റ് ആയിരിക്കും. ഏത് പോയിന്റിൽ നിങ്ങൾ എടുത്താലും അതിനകത്തുള്ള ഈ പറയുന്ന നമ്മുടെ പീസോമെട്രിക് ഹെഡ്, ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ആണെങ്കിൽ അതിനകത്തുള്ള പീസോമെട്രിക് ഹെഡ് എല്ലാ പോയിന്റിലും ആ ലിക്വിഡുള്ള ഏത് പോയിന്റ് എടുത്താലും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. അതായത് piezometric head in a static fluid remains constant at all points in the liquid. ഏത് പോയിന്റ് എടുത്താലും അവിടെ നമ്മുടെ പീസോമെട്രിക് ഹെഡ് കോൺസ്റ്റന്റ് ആയി നിൽക്കും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 4. ഇതൊരു പ്രോബ്ലം ആണ്. പ്രോബ്ലത്തിൽ പറയുന്നത് ഇഫ് 1 ലിറ്റർ ഓഫ് എ, അതായത് 1 ലിറ്റർ ഓഫ് എ ലിക്വിഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ്, 1 ലിറ്റർ ഓഫ് എ ഫ്ലൂയിഡ് ഹാസ് എ മാസ് ഓഫ് 7.5 കിലോഗ്രാം, then its specific gravity is, അതായത് ഇപ്പം ഒരു ലിറ്റർ ഉള്ള ഒരു ഫ്ലൂയിഡിന്റെ മാസ് 7.5 കിലോഗ്രാം ഉണ്ടെങ്കിൽ അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി നിങ്ങൾ കണ്ടുപിടിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് സ്പെസിഫിക് ഗ്രാവിറ്റി? സ്പെസിഫിക് ഗ്രാവിറ്റി എസ് എന്ന് പറഞ്ഞാല് റോ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്നാണ് അതിന്റെ അർത്ഥം. സ്പെസിഫിക് ഗ്രാവിറ്റി ഇസ് ദ റേഷ്യോ ഓഫ് ഡെൻസിറ്റി ഓഫ് എ പർട്ടിക്കുലർ ഫ്ലൂയിഡ് ടു ഡെൻസിറ്റി ഓഫ് വാട്ടർ. അതാണ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ഡെൻസിറ്റി? ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഡെൻസിറ്റി അതായത് ഡെൻസിറ്റി റോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാസ് ബൈ വോളിയം. ഇവിടെ മാസ് അവൻ തന്നിട്ടുണ്ട് 7.5 കിലോഗ്രാം. വോളിയം എത്രയാണ്? 1 ലിറ്റർ. അപ്പൊ ഈ ലിറ്ററിനെ നമ്മൾ എന്താക്കി മാറ്റണം? മീറ്റർ ക്യൂബ് ആക്കി മാറ്റണം. വോളിയത്തിന്റെ SI യൂണിറ്റ് ആയ മീറ്റർ ക്യൂബിലോട്ട് എങ്ങനെ മാറ്റും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് നമുക്കറിയാം 1 മീറ്റർ ക്യൂബ് ഈസ് ഈക്വൽ ടു 1000 ലിറ്റർ ആണ്. അതിനകത്ത് നമുക്ക് 1 ലിറ്റർ ഈസ് ഈക്വൽ ടു 10⁻³ മീറ്റർ ക്യൂബ് എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ഡെൻസിറ്റി എത്ര വരും? ഡെൻസിറ്റി റോ എന്ന് പറഞ്ഞാൽ എന്താണ്? 7.5 ഡിവൈഡഡ് ബൈ 10⁻³ എന്ന് പറയുമ്പോൾ എത്ര വരും? നമുക്ക് ആൻസർ, ഡെൻസിറ്റിയുടെ ആൻസർ നമുക്ക് 7500 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് വരും. ഇനി നമ്മൾ ഈ റോയിനെ നമ്മുടെ
ഡെൻസിറ്റി ഓഫ് വാട്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് 7500 ഡിവൈഡഡ് ബൈ 1000 7500 ഡിവൈഡഡ് ബൈ 1000 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 7.5 കിട്ടും. അതായത് നമ്മുടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ, 7.5. ഓക്കെ, ഓപ്ഷൻ സി അല്ല, സോറി, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. സോറി, ഓപ്ഷൻ ബി 7.5 ആണ് നമ്മുടെ ആൻസർ. അതായത് നമുക്കറിയാം സിസി ഗ്രാവിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ സിസി ഗ്രാവിറ്റിയുടെ വേറൊരു പേര് എന്താണെന്നും കൂടെ ഓർത്ത് വയ്ക്കുക, റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്, പർട്ടിക്കുലർ ഫ്ലൂയിഡ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. ഇതിൽ നമുക്ക് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാസ് ബൈ വോളിയം ആണ്. അതിൽ മാസ് തന്നിട്ടുണ്ട്, വോളിയം തന്നിരിക്കുന്നത് ലിറ്ററിലാണ്. അതിനെ നമ്മൾ മീറ്റർ ക്യൂബിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അതാണ് അതിൽ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത്, ഇത് നമ്മുടെ ചാനലിനെ ബേസ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ചാനൽ, അതായത് റെക്ടാങ്കുലർ ചാനൽ ഓഫ് ബെഡ് വിഡ്ത്ത്. അതായത് ഒരു റെക്ടാങ്കുലർ ചാനൽ ഉണ്ട്, ആ ചാനലിന്റെ ബെഡിന്റെ വിഡ്ത്ത് ആണ് പറയുന്നത്. ബെഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? ബെഡ് വിഡ്ത്ത് 2 മീറ്റർ ആണ്. അപ്പൊ വിഡ്ത്ത് 2 മീറ്റർ ആണ്. ഈസ് ടു ബി ലെയ്ഡ് ടു എ ബെഡ് സ്ലോപ്പ് ഓഫ് 1/1000. അപ്പൊ ഒരു സ്ലോപ്പ് 1/1000 എന്ന് പറയുന്ന ഒരു സ്ലോപ്പിൽ അതിനെ നമുക്ക് വെക്കണം. ഫൈൻഡ് ദ ഹൈഡ്രോളിക് റേഡിയസ് ഓഫ് ദ കനാൽ ക്രോസ് സെക്ഷൻ ഫോർ ദ മാക്സിമം ഡിസ്ചാർജ് കണ്ടീഷൻ. മാക്സിമം ഡിസ്ചാർജ് കണ്ടീഷൻ ആവശ്യത്തിന് നമ്മൾ ഹൈഡ്രോളിക് റേഡിയസ് കണ്ടുപിടിക്കണം. ഹൈഡ്രോളിക് റേഡിയസ്, അപ്പൊ നമുക്കറിയാം ഹൈഡ്രോളിക് റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഡ്രോളിക് റേഡിയസ് ആർ എന്ന് പറഞ്ഞാല് നമുക്കറിയാം ആർ ഈസ് ഈക്വൽ ടു ഇതാണ് ഏരിയ ബൈ വെറ്റഡ് പെരിമീറ്റർ. ഏരിയ ഡിവൈഡഡ് ബൈ വെറ്റഡ് പെരിമീറ്റർ. ഏരിയ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ ഒരു ഇതാണ് അതിന്റെ സെക്ഷൻ എന്ന് വിചാരിക്കുക. ഇത് നമുക്ക് ഇവിടെ തന്നെ നമ്മൾ ഇത് ബി വിത്ത് സോറി ഡെപ്ത് ഡി ആണെന്ന് വിചാരിക്കുക. ഇത് ഈ കാണുന്നത് ബി ആണെന്ന് വിചാരിക്കുക. ഇത് ബി ആണ്, അത് ഡി ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ഇതില് നമുക്കറിയാം ഹൈഡ്രോളിക് റേഡിയസ് ഏരിയ ബൈ വെറ്റഡ് പെരിമീറ്റർ. ഏരിയക്ക് പകരം ബി ഇൻറ്റു ഡി എന്ന് നമുക്ക് എഴുതാമല്ലോ. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു ഡി ആണ് നമുക്കറിയാം. പെരിമീറ്റർ പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡി ഉണ്ട്, ഇവിടെ ഒരു ഡി ഉണ്ട്, ഇവിടെ ബി ഉണ്ട്. അപ്പൊ വെറ്റഡ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ നനയുന്ന പെരിമീറ്റർ. അതായത് 2 ഡെപ്തും 1 ബ്രെഡ്ത്തും. അപ്പൊ നമുക്ക് വെറ്റഡ് പെരിമീറ്ററിന് പകരം നമുക്ക് എന്ത് എഴുതാം? ബി പ്ലസ് 2d എന്ന് എഴുതാം. ബി പ്ലസ് 2d. ഇനി നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പറഞ്ഞാൽ ഒരു നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള റെക്ടാങ്കുലർ ചാനൽ ഉണ്ടെങ്കിൽ അതിൽ 2 ഇമ്പോർട്ടന്റ് കണ്ടീഷൻസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ബി ഈക്വൽ ടു 2d ആയിരിക്കണം. ഇതാണ് 2 കണ്ടീഷൻസ്. ഒന്നെന്താണ്? ബി ഈക്വൽ ടു 2d ആയിരിക്കണം. അടുത്ത എന്തായിരുന്നു? നമുക്കറിയാം ഹൈഡ്രോളിക് റേഡിയസ് ആർ എന്ന് പറഞ്ഞാൽ IA ബൈ പി ആയിരിക്കും. അപ്പൊ ഇതില് നമ്മൾ ഈ ബി ഈക്വൽ ടു 2d സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏരിയക്ക് പകരം 2d ഇൻറ്റു ഡി, അതായത് 2d സ്ക്വയർ എന്ന് വരും. ഇവിടെ മേലിൽ നിങ്ങൾക്ക് 2d സ്ക്വയർ എന്ന് വരും. താഴെ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ്? അതായത് താഴെ നിങ്ങൾക്ക് ബി പ്ലസ് 2d, അതായത് 2d പ്ലസ് 2d, അതായത് 4d എന്ന് വരും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് d ബൈ 2. സോറി, d ബൈ 2. അപ്പൊ ഈ d എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ബി ഈക്വൽ 2d ആണെങ്കിൽ d ഈക്വൽ ടു b ബൈ 2. അത് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? b ബൈ 4 എന്ന് വരും. b ബൈ 4. ഇവിടെ വിഡ്ത്ത് അവൻ കൊടുത്തിട്ടുണ്ട് എത്രയാണെന്ന്? 2 മീറ്റർ. അപ്പൊ 2 ബൈ 4. 2 ഡിവൈഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ഡിവൈഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ 0.5 ആണ്. അതായത് നമ്മുടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ, 0.5. ഓക്കെ, വെറ്റഡ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനകത്തൊന്നും ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയസ്, ഹൈഡ്രോളിക് റേഡിയസ് എന്ന് പറഞ്ഞാൽ ഏരിയ ബൈ വെറ്റഡ് പെരിമീറ്റർ. ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളിപ്പോ കണ്ടുപിടിച്ചായിരുന്നു. ഓക്കെ, ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ബി ഇൻറ്റു ഡി ആണ്. നമുക്കറിയാം കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ബി ഈക്വൽ ടു 2d ആണ്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് d ബൈ 2 വരും. ഡിക്ക് വരും നമ്മൾ എന്ത് ചെയ്യും? b ബൈ 2 എന്നുള്ളതും. അപ്പൊ 2 ബൈ 4 എന്ന് പറഞ്ഞാൽ 1 ബൈ 2 എന്ന് പറഞ്ഞാൽ 0.5. 0.5 ആണ് നമ്മുടെ ആൻസർ. അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5ലേക്ക് പോവാം, 6ലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലോസ് ഈസ് ആപ്ലിക്കബിൾ ബൈ ഹൈഡ്രോളിക് ലിഫ്റ്റ്? അപ്പൊ നമ്മുടെ ഹൈഡ്രോളിക് ലിഫ്റ്റ് ഈ താഴെ പറയുന്ന ഏത് ലോയിനെ ബേസ് ചെയ്താണ് വർക്ക് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത് ഹൂക്സ് ലാ. അപ്പൊ ഹൂക്സ് ലാ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. നമുക്കറിയാം എന്താണ് ഹൂക്സ് ലാ പറയുന്നത്? വിത്തിൻ ആൻ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഹൂക്സ് ലാ അല്ല ഇവിടെ യൂസ് ചെയ്യുന്നത്. രണ്ടാമത് പാസ്കൽസ് ലാ. പാസ്കൽസ് ലാ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്കറിയാം. എന്താണ് പാസ്കൽസ് ലാ? When an object is immersed in a fluid, it experiences equal pressure at all surfaces. അതായത് ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡിനകത്ത് നിങ്ങൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു പോയിന്റ് നിങ്ങൾ എടുത്താൽ
എല്ലാ ഡയറക്ഷനിലും അത് ഒരേ പ്രഷർ ആയിരിക്കും കൊടുക്കുന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഓയിലിൽ വർക്ക് ചെയ്യുന്ന സാധനമാണ്. ഹൈഡ്രോളിക് ഓയിലിൽ വെച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ അതിനകത്ത് മാക്സിമം പോസിബിൾ ആയിട്ടുള്ള കാര്യം ഇതുവരെ നമ്മൾ കണ്ട ഓപ്ഷനിൽ പാസ്കൽസ് ലോ ആണ്. ഇനി ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്താണ്? ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണ്? നമ്മളൊരു ബോയൻ ഫോഴ്സ്, ഒരു ഇമ്മേഴ്സ്ഡ് ബോഡി ഉണ്ടെങ്കിൽ ആ ഇമ്മേഴ്സ്ഡ് ബോഡിക്കകത്ത് വരുന്ന ബോയൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ബോഡി ഇമ്മേഴ്സ് ചെയ്യുമ്പം എത്ര വെയിറ്റ് പുറത്തു പോകുന്നു, ഫ്ലൂയിഡ് എത്ര പുറത്തു പോകുന്നു, ആ ഫ്ലൂയിഡിന്റെ വെയിറ്റ് ഈക്വൽ എന്നാണ് പറയുന്നത്. അപ്പൊ അതുമല്ല ഇവിടെ. പിന്നെ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി പറയുന്നത് എന്താണ്? ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഷിയർ സ്ട്രെസ് ടു ഷിയർ റേറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. അപ്പൊ നമുക്ക് അതാണ് നമ്മൾ ടോ ഈ പ്രൊപ്പോർഷണൽ du/dy എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അതായത് ഷിയർ സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അതായത് ടോ ഈസ് ഈക്വൽ ടു mu into du/dy. അപ്പൊ അതുമല്ല ഇവിടെ. അപ്പൊ ഇവിടുത്തെ നമ്മുടെ ഹൈഡ്രോളിക് ലിഫ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലോ എന്ന് പറയുന്നത് പാസ്കൽസ് ലോ ആണ്. നമുക്ക് അറിയാം അതിന്റെ ആപ്ലിക്കേഷൻ ആണ്, എന്നാലും പറഞ്ഞതേ ഉള്ളൂ. ഓപ്ഷൻ ബി പാസ്കൽസ് ലോ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ. അപ്പൊ അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 7, ക്വസ്റ്റ്യൻ നമ്പർ 8. ഓക്കെ. സർഫസ് ടെൻഷൻ എന്താണെന്ന് നമുക്കറിയാം. എന്താണ് സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ? സർഫസ് എനർജി പെർ യൂണിറ്റ് ലെങ്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സർഫസ് ടെൻഷൻ പറയാൻ നമുക്ക് എന്താണ് സർഫസ് എനർജി പെർ യൂണിറ്റ് ലെങ്ത് എന്ന് നമുക്ക് പറയാം. അതിന്റെ യൂണിറ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ന്യൂട്ടൺ പെർ ഫോഴ്സ് ബൈ ലെങ്ത് ആണ്. അതായത് ന്യൂട്ടൺ പെർ മീറ്ററിൽ വരും. സർഫസ് ടെൻഷൻ ആക്ട്സ് ഇൻ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ട്സ് ഇൻ ദ പ്ലെയിൻ ഓഫ് ദ ഇന്റർഫേസ് നോർമൽ ടു എനി ലൈൻ ഇൻ ദ സർഫസ്. അതായത് അതിനകത്ത് അത് ആക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് പ്ലെയിൻ ഓഫ് ദ ഇന്റർഫേസ് നോർമൽ ടു എനി ലൈൻ ഇൻ ദ സർഫസ്. ആ സർഫസിലുള്ള ഏതെങ്കിലും ഒരു ലൈനിന് നോർമൽ ഡയറക്ഷനിലാണെന്നാണ് പറയുന്നത്. അത് രണ്ടാമത് പറയുന്നത് ഈസ് ആൾസോ നോൺ ആസ് ക്യാപ്പിലാരിറ്റി. സർഫസ് ടെൻഷനെ പറയുന്ന വേറൊരു പേരാണ് ക്യാപ്പിലാരിറ്റി എന്നാണ്. അത് തെറ്റാണ്. ഇതല്ല, ഇത് തെറ്റാണ്. അടുത്തത് ഈസ് എ ഫംഗ്ഷൻ ഓഫ് കർവേച്ചർ ഓഫ് ദ ഇന്റർഫേസ്. ഇന്റർഫേസിന്റെ കർവേച്ചറിന്റെ ഒരു ഫംഗ്ഷൻ ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. ഡിക്രീസസ് വിത്ത് ഫാളിംഗ് ടെമ്പറേച്ചർ കുറയുന്നതനുസരിച്ച് സർഫസ് ടെൻഷൻ കുറയുവാണ്. അപ്പൊ ഇതുമല്ല. ഇത് മൂന്നും അല്ല ഓപ്ഷൻ. നമുക്കറിയാം സർഫസ് ടെൻഷൻ ആക്ട്സ് ഇൻ ദ പ്ലെയിൻ ഓഫ് ദ ഇന്റർഫേസ് നോർമൽ അറ്റ് എനി ലൈൻ ഇൻ ദ സർഫസ്. അതായത് നമുക്ക് ആ സർഫസിലുള്ള ഏതെങ്കിലും ലൈനിന്റെ ഇന്റർഫേസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ നോർമൽ ആയിട്ടായിരിക്കും സർഫസ് ടെൻഷൻ ആക്ട് ആവുന്നത്. അപ്പൊ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വെള്ളത്തിന്റെ ഒരു സർഫസ് ഉണ്ട്. അതിന്റെ സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായിരിക്കും, നോർമൽ ഡയറക്ഷനിലായിരിക്കും. അപ്പൊ നമ്മുടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ആക്ട്സ് ഇൻ ദ പ്ലെയിൻ ഓഫ് ദ ഇന്റർഫേസ് നോർമൽ അറ്റ് എനി ലൈൻ ഇൻ ദ സർഫസ്. ഓക്കെ. അടുത്തത് നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 9 പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 9. അപ്പൊ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മളെ പൊതുവെ ഇപ്പൊ കണ്ടുവരുന്ന രീതിയിൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വരുന്നത്. അപ്പൊ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ എക്സാമ്പിൾസ് ഓഫ് ഫ്രീ വോർട്ടെക്സ് മോഷൻ. അതായത് ഫ്രീ വോർട്ടെക്സ് മോഷൻ എക്സാമ്പിൾസ്. അപ്പൊ നമ്മള് ഫോഴ്സ്ഡ് വോർട്ടെക്സും ഫ്രീ വോർട്ടെക്സും ഉണ്ട്. അതിൽ നമ്മളിപ്പോ ഈ മിക്സിയിൽ ഒരു ജാറിനകത്ത് നിങ്ങൾ എന്താണ് നമ്മുടെ ഏതെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ മിക്സിയിലിട്ട് അടിക്കത്തില്ലേ? അപ്പൊ അവിടെയൊക്കെ വരുന്നത് എന്ത് മോഷനാണ്? ഫോഴ്സ്ഡ് വോർട്ടെക്സ് മോഷനാണ്. ഓക്കെ. ഫോഴ്സ്ഡ് വോർട്ടെക്സ് ആണ്. ഇനി ഫ്രീ വോർട്ടെക്സ് എന്ന് പറയുന്നത് എന്താണ്? ഫ്രീ വോർട്ടെക്സ് എന്ന് പറഞ്ഞാൽ നാച്ചുറലി ഒക്കർ ആവുന്നത്. അപ്പൊ ഇതിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് കൊടുത്തേക്കുന്ന ഓപ്ഷൻ മോഷൻ ഓഫ് എയർ ഇൻ സൈക്ലോൺ. അപ്പൊ സൈക്ലോണിനകത്ത് എയർ മൂവ് ചെയ്യുന്ന മോഷൻ ഫ്രീ വോർട്ടെക്സ് ആണ്. മോഷൻ ഓഫ് ലിക്വിഡ് അറ്റ് ദ ബോട്ടം ഓഫ് വാഷ് ബേസിൻ, അതും ഒരു ഫ്രീ വോർട്ടെക്സ് ഫ്ലോ ആണ്. ഇനി മൂന്നാമത് കൊടുത്തേക്കുന്ന മോഷൻ ഓഫ് ലിക്വിഡ് ഇൻസൈഡ് ദ ഇമ്പലർ ഓഫ് എ പമ്പ്. പമ്പിനകത്ത് ഇമ്പലറിൽ നമ്മൾ പർപ്പസ്ഫുള്ളി നമ്മൾ അങ്ങോട്ട് ഫോഴ്സ് കൊടുത്ത് അതിനെ റൊട്ടേറ്റ് ചെയ്യുകയാണ്. അത് ഫ്രീ വോർട്ടെക്സ് അല്ല, ഫോഴ്സ്ഡ് വോർട്ടെക്സ് ആണ്. അപ്പൊ ഇത് നമുക്ക് ഫ്രീ വോർട്ടെക്സ് അല്ല, ഫോഴ്സ്ഡ് വോർട്ടെക്സ് ആണ്. അപ്പൊ ഇത് പിന്നെ അവസാനം മോഷൻ ഓഫ് എഡീസ് ഇൻ റിവേഴ്സ് ആൻഡ് കനാൽസ്. ഇപ്പൊ കനാലുകളിൽ അല്ലെങ്കിൽ റിവേഴ്സിൽ കാണുന്ന എഡീസ്, ഇതെന്ന് പറയുന്നത് ഫ്രീ വോർട്ടെക്സ് ആണ്. അതായത് ഇത് ഫ്രീ ആണ്, ഇത് ഫ്രീ ആണ്, ഇത് ഫ്രീ ആണ്. അതായത് നമുക്ക് വരേണ്ട ഓപ്ഷൻ 1, 2, 4. അപ്പൊ 1, 2, 4 വരുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷൻ എ ആണ്. 1, 2, 4 ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. അപ്പൊ എന്താണ് ഫ്രീ വോർട്ടെക്സ്, എന്താണ് ഫോഴ്സ്ഡ് വോർട്ടെക്സ് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ അതറിയാമെങ്കിൽ നമുക്ക് ഇത് ചെയ്യാം. ഓക്കെ. അപ്പൊ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. 1, 2 and 3 ആർ കറക്റ്റ് അബൌട്ട് ഫ്രീ വോർട്ടെക്സ് മോഷൻ. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 10 പോവാം. ഇതും കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ട് അത് ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തത് എന്താണ്? നമ്മുടെ കപ്ലാൻ ടർബൈൻസിന്റെ കാര്യമാണ്. കപ്ലാൻ ടർബൈൻസ് ആർ യൂസ്ഡ് ഫോർ ലോ ഹെഡ് ആൻഡ് ഡിസ്. അപ്പൊ നമ്മൾ ഈ ചോദ്യം എന്ന് പറഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ്
ഈസ് ഓർ ആർ കറക്റ്റ് regarding ഹൈഡ്രോളിക് മെഷീൻ. ഹൈഡ്രോളിക് മെഷീനെ സംബന്ധിച്ച് ഈ താഴെ പറയുന്ന ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളതാണ്. അപ്പൊ ആദ്യം പറയുന്നത് കപ്ലാൻ ടർബൈൻസ് ആർ യൂസ്ഡ് ഫോർ ലോ ഹെഡ് ആൻഡ് ഹൈ ഡിസ്ചാർജ്. അപ്പൊ നമുക്കറിയാം കപ്ലാൻ ടർബൈൻ യൂസ് ചെയ്യുന്നത് ലോ ഹെഡിനും ഹൈ ഡിസ്ചാർജിനുമാണ്. അപ്പൊ നമുക്കറിയാവുന്ന കാര്യമാണ്, അത് ശരിയാണ്. ഓക്കെ, ഇനി നമ്മൾ നേരെ മറിച്ച് ഫ്രാൻസിസ് ടർബൈൻ സോറി നമ്മുടെ വെൽറ്റൺ വീൽ ടർബൈൻ ഉപയോഗിക്കുന്നത് ഹൈ ഹെഡിനും ലോ ഡിസ്ചാർജിനും ആയിരിക്കും. ഫ്രാൻസിസ് ടർബൈൻ യൂസ് ചെയ്യുന്നത് എന്തിനാണ് മീഡിയം ഡിസ്ചാർജും മീഡിയം ഹെഡിനും ആയിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് സ്പീഡ് ഓഫ് കപ്ലാൻ ടർബൈൻ ഈസ് മോർ ദാൻ ഫ്രാൻസിസ് ടർബൈൻ. അതായത് കപ്ലാൻ ടർബൈന്റെ സ്പെസിഫിക് സ്പീഡ് NS എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണെന്ന്, അത് ഫ്രാൻസിസ് ടർബൈനെക്കാട്ടി കൂടുതലാണെന്നുള്ളത്. അത് ശരിയാണ്. അതായത് സ്പെസിഫിക് സ്പീഡ് കപ്ലാൻ ടർബൈനിന്റെ സ്പെസിഫിക് സ്പീഡ് ഫ്രാൻസിസ് ടർബൈനെക്കാട്ടി കൂടുതലാണ്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ റണ്ണർ ഓഫ് ദ ഫ്രാൻസിസ് ടർബൈൻ ഹാസ് ബ്ലേഡ്സ് മച്ച് ലെസ് ദാൻ കപ്ലാൻ ടർബൈൻ. അതായത് ഒരു ഫ്രാൻസിസ് ടർബൈന്റെ ബ്ലേഡ് റണ്ണർ എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള ബ്ലേഡുകളുടെ എണ്ണം കപ്ലാൻ ടർബൈനെക്കാട്ടി കുറവാണ്. അല്ല, കപ്ലാൻ ടർബൈനിന്റെ ബ്ലേഡിന്റെ എണ്ണമാണ് ഫ്രാൻസിസ് ടർബൈനെ ബേസ് ചെയ്ത് കുറവ്. ഇനി നാലാമത് പറയുന്നത് എന്താണ്, എഫിഷ്യൻസി ഓഫ് ഫ്രാൻസിസ് ടർബൈൻ ഈസ് ഹയർ ദാൻ കപ്ലാൻ ടർബൈൻ. കപ്ലാൻ ടർബൈന്റെ എഫിഷ്യൻസി ഫ്രാൻസിസ് ടർബൈന്റെ എഫിഷ്യൻസി കപ്ലാൻ ടർബൈനെക്കാട്ടി കൂടുതലാണ്. അല്ല, കപ്ലാൻ ടർബൈനാണ് കമ്പാരിറ്റീവ്ലി എഫിഷ്യൻസി കൂടുതൽ. അപ്പം ഈ 1ഉം 2ഉം ശരിയായിട്ട് വരുന്ന ഓപ്ഷൻ ഏതാണെന്നുള്ളത് നമ്മൾ നോക്കുക. അതായത് ഓപ്ഷൻ എയിലാണ് 1 and 2 ഒള്ളി പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ. അപ്പൊ നമ്മുടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. 1 and 2. അതായത് കപ്ലാൻ ടർബൈൻ നമ്മൾ ലോ ഹെഡിനും ഹൈ ഡിസ്ചാർജിനാണ് യൂസ് ചെയ്യുന്നത്, കറക്റ്റ് ആണ്. സ്പെസിഫിക് ഓഫ് കപ്ലാൻ ടർബൈൻ എന്ന് പറഞ്ഞാൽ ഫ്രാൻസിസ് ടർബൈനെക്കാട്ടിയും കൂടുതലാണ്. ഇത് രണ്ടും കറക്റ്റ് ആണ്, ബാക്കിയൊക്കെ തെറ്റുമാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നല്ലതുപോലെ വായിച്ച് ഓരോന്നും എന്താണ് ശരിയെന്ന് തോന്നുന്നത് അത് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഒരു ടിക്ക് ഇടുക, തെറ്റാണെങ്കിൽ ഒരു ഇൻഡു ഇട്ട് വെക്കുക. അപ്പൊ നിങ്ങൾക്ക് അവസാനം അതിന്റെ ഓപ്ഷൻ കണ്ടെത്താനായിട്ട് ഈസി ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 11. The pressure at a point on in a fluid element will not be same in all directions when the fluid is. അതായത് ഒരു ഫ്ലൂയിഡ് എലിമെന്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള പ്രഷർ എല്ലാ ഡയറക്ഷനിലും സെയിം അല്ലെങ്കിൽ ഈ ഫ്ലൂയിഡ് എങ്ങനത്തെ ഫ്ലൂയിഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ മൂവിങ് ആണോ, ഓപ്ഷൻ ബി വിസ്കസ് ആണോ, ഓപ്ഷൻ സി വിസ്കസ് ആൻഡ് സ്റ്റാറ്റിക് ആണോ, ഓപ്ഷൻ ഡി വിസ്കസ് ആൻഡ് മൂവിങ് ആണ്. ഇതൊരു നെഗറ്റീവ് സെന്റൻസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു ഫ്ലൂയിഡ് എലിമെന്റിലുള്ള പ്രഷർ എല്ലാ ഡയറക്ഷനിലും സെയിം ആവരുതെങ്കിൽ ഈ ഫ്ലൂയിഡ് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്ക് മൂവിങ്ങിലാണോ നമുക്കത് പറയാൻ പറ്റത്തില്ല. മൂവിങ്ങിലല്ല, എല്ലാ ഡയറക്ഷനിലും സെയിം ആണെന്ന് പറയാൻ പറ്റത്തില്ല. വിസ്കസിൽ അതല്ല, വിസ്കസ് ആൻഡ് സ്റ്റാറ്റിക് സ്റ്റേഷനറി ആണല്ല, വിസ്കസ് ആൻഡ് മൂവിങ് ആണ് ഇതിൽ ആൻസർ. ഓക്കെ, അതായത് നമ്മൾ ഒരു ഫ്ലൂയിഡ് എലിമെന്റിനകത്തുള്ള പ്രഷർ എല്ലാ ഡയറക്ഷനിലും സെയിം ആവരുത് എങ്കിൽ ഇത് വിസ്കസ് ആൻഡ് മൂവിങ് ആയിരിക്കണം ആ ഫ്ലൂയിഡ്. അതായത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഇനി നമ്മൾ പാസ്കൽസ് ലോ പറയുന്നത് എന്താണ്, ഒരു സ്റ്റേഷനറി വിസ്കസ് ഫ്ലൂയിഡ് എടുത്തു കഴിഞ്ഞാൽ പ്രഷർ ഈസ് ഈക്വൽ ഇൻ ഓൾ ഡയറക്ഷൻസ് എന്നാണ് പാസ്കൽസ് ലോ പറയുന്നത്. അത് നമ്മൾ റിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, റിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, വിസ്കസിറ്റി ഇല്ലാത്ത ഫ്ലൂയിഡ് ആണ്. ഐഡിയൽ ഫ്ലൂയിഡിന് കുഞ്ഞ് വിസ്കസിറ്റി എങ്കിലും ഉള്ള ഒരു ഫ്ലൂയിഡിനെയാണ് നമ്മൾ റിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. നമ്മള് ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ വിസ്കസിറ്റി ഇല്ലാത്തുള്ള അങ്ങനത്തെ ഒരു ഫ്ലൂയിഡ് ഇല്ല. ഏത് ഫ്ലൂയിഡ് എടുത്താലും അതിനകത്ത് ഒരു കുഞ്ഞ് വിസ്കസിറ്റി എങ്കിലും കാണും. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അതായത് വിസ്കസ് ആൻഡ് മൂവിങ് ആണ് ഇതിന്റെ ആൻസർ. അടുത്ത നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 12ലേക്ക് പോവാം. അതായത് നമ്മുടെ ഒരു ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്ന സാധനം എന്ത് കണ്ടുപിടിക്കാനാണ് യൂസ് ചെയ്യുന്നത്? അതായത് ഹൈഡ്രോമീറ്റർ ഈസ് ടു ഡിറ്റർമിൻ, ഒന്ന് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കണ്ടുപിടിക്കാനാണോ, സർഫസ് ടെൻഷൻ ഓഫ് ലിക്വിഡ് കണ്ടുപിടിക്കാനാണോ, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ലിക്വിഡ് കണ്ടുപിടിക്കാനാണോ, വിസ്കസിറ്റി ഓഫ് ലിക്വിഡ് കണ്ടുപിടിക്കാനാണോ? അപ്പൊ ഇതില് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്കറിയാം ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്നത് എന്തിനാണ്? ഹൈഡ്രോമീറ്റർ യൂസ് ചെയ്യുന്നത് ലിക്വിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ. അതായത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് എ ലിക്വിഡ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് എന്ത്? ഹൈഡ്രോമീറ്റർ. ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്നത് എന്തിനാണ്? ഒരു ലിക്വിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് ഹൈഡ്രോമീറ്റർ. അപ്പൊ നമ്മള് സാധാരണ ഇതിൽ നമ്മൾ ഈ ലിക്വിഡിനകത്തൊക്കെ നമ്മള് ഈ വൈനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ ഷുഗർ കണ്ടന്റ് എത്രയുണ്ടെന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഈ പറഞ്ഞ ഹൈഡ്രോമീറ്ററിനെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഹൈഡ്രോമീറ്റർ എന്ന് പറഞ്ഞാൽ സാധാരണ മോസ്റ്റ്ലി യൂസ്ഡ് ടു മെഷർ ഷുഗർ കണ്ടന്റ് ഓഫ് ലിക്വിഡ്സ് ഇൻ വൈൻ മേക്കിംഗ് അല്ലെങ്കിൽ ഡിസ്റ്റിലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിന് ഒരു ലിക്വിഡിനകത്ത് എന്തുമാത്രം ഷുഗർ കണ്ടന്റ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം ഹൈഡ്രോമീറ്റർ ആയിരിക്കും. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ലിക്വിഡ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന
ആ ഡിവൈസിന് പറഞ്ഞ പേര് ഹൈഡ്രോമീറ്റർ എന്നാണ്. ഓക്കെ, അടുത്ത നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 13 പോവാം. When a fluid is in motion, pressure at a point is same in all direction. Then the fluid is, അതായത് ഒരു ഫ്ലൂയിഡ് മൂവ്മെന്റിലാണെങ്കിൽ, ഫ്ലൂയിഡ് ഈസ് ഇൻ മോഷനിലാണെങ്കിൽ പ്രഷർ അറ്റ് എ പോയിന്റ് ഈസ് സെയിം ഇൻ ഓൾ ഡയറക്ഷൻ. ആ ഫ്ലൂയിഡിനകത്തുള്ള ഒരു പർട്ടിക്കുലർ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റിലുള്ള പ്രഷർ എല്ലാ ഡയറക്ഷനിലും സെയിം ആണെങ്കിൽ ഈ ഫ്ലൂയിഡ് എന്ത് ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ് ആണ്? ദെൻ ദ ഫ്ലൂയിഡ് ഈസ് റിയൽ ഫ്ലൂയിഡ് ആണോ, ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് ആണോ, ഐഡൽ ഫ്ലൂയിഡ് ആണോ, നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് ആണോ? നമുക്കറിയാം റിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സം വിസ്കസിറ്റി ഉള്ള ഒരു ഫ്ലൂയിഡ് എന്ന് വയ്ക്കാം. ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കസിറ്റി ഒബേ ചെയ്യുന്ന ഫ്ലൂയിഡിനെയാണ് നമ്മൾ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഐഡൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എന്താണ്? ഫ്ലൂയിഡ് വിസ്കസിറ്റി ഇല്ലാത്ത ഫ്ലൂയിഡ് ആണ്. ഓക്കെ, പിന്നെ അടുത്ത നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കസിറ്റി ഒബേ ചെയ്യാത്ത ഫ്ലൂയിഡ് ആണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞേക്കുന്ന ഇതിൽ നമുക്ക് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി, ഐഡൽ ഫ്ലൂയിഡ് ആണ്. അപ്പം ഐഡൽ ഫ്ലൂയിഡിന്റെ കേസിലാണ് മൂവ്മെന്റിലായിരിക്കുന്ന സമയത്ത് പ്രഷർ അറ്റ് എ പോയിന്റ് ഈസ് സെയിം ഇൻ ഓൾ ഡയറക്ഷൻ ആവുന്നത്. അപ്പൊ ഇത് നമ്മൾ വേണമെങ്കിൽ നമുക്ക് പാസ്കൽസ് ലോയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വേണമെങ്കിൽ പറയാം. കാര്യം പാസ്കൽസ് ലോയിൽ നമ്മൾ ഒരു റിയൽ ഫ്ലൂയിഡിന്റെ കേസാണ് പറഞ്ഞത്, ഇത് ഐഡൽ ഫ്ലൂയിഡിന്റെ കേസാണ് പറഞ്ഞത്. മോഷൻ പ്രഷർ അറ്റ് എ പോയിന്റ് ഈസ് സെയിം ഇൻ ഓൾ ഡയറക്ഷൻ, ദെൻ ദ ഫ്ലൂയിഡ് ഈസ് ഇതാണ് ഐഡൽ ഫ്ലൂയിഡ്. അപ്പൊ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ, ഐഡൽ ഫ്ലൂയിഡ് ആണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ, ഐഡൽ ഫ്ലൂയിഡ്. അടുത്ത നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 14 പോവാം. സ്പെസിഫിക് വെയിറ്റ് ഓഫ് സീ വാട്ടർ ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് പ്യുവർ വാട്ടർ ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ്. അതായത് നമ്മൾ കടലിലെ വെള്ളം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത് സാധാരണ പ്യുവർ വെള്ളത്തിന്റെ സ്പെസിഫിക് വെയിറ്റിനെക്കാട്ടിയും കൂടുതലാണ്. അതിന്റെ കാരണം എന്താണ്? ഇതിനകത്ത് സം സാധനങ്ങളുള്ളതാണ്. ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരുന്നത്. ഒന്ന്, ഡിസോൾഡ് സാൾട്ട്സ്. അതിനകത്ത് നമുക്കറിയാം സീ വാട്ടറിനകത്ത് ഒരുപാട് ഡിസോൾഡ് സാൾട്ട്സ് ഉണ്ട്, ഡിസോൾഡ് എയർ ഉണ്ട്, ഡിസോൾഡ് സാൾട്ട് ഉണ്ട്, സസ്പെൻഡഡ് മാറ്റർ, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം ഉള്ളത് കൊണ്ടാണ് ഈ പറയുന്ന സീ വാട്ടറിന്റെ സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സാധാ വെള്ളത്തിന്റെ വെയിറ്റിനേക്കാൾ കൂടുതൽ. ഇനി സ്പെസിഫിക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെസിഫിക് വെയിറ്റ്, വാട്ട് ഈസ് സ്പെസിഫിക് വെയിറ്റ്? സ്മാൾ w. എന്താണ് സ്പെസിഫിക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ? വെയിറ്റ് ബൈ വോളിയം, അതാണ് സ്പെസിഫിക് വെയിറ്റ്. നമുക്ക് തിരികെ പറഞ്ഞാൽ സ്പെസിഫിക് വെയിറ്റ് സ്മാൾ w എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ബൈ വോളിയം. ഓക്കെ, ഇനി വെയിറ്റിന് നമുക്ക് എന്ത് എഴുതാം? മാസ് ഇൻറ്റു ഗ്രാവിറ്റി ബൈ വോളിയം എന്ന് എഴുതാം. അതായത് ഇതിൽ മാസ് ബൈ വോളിയം എന്ന് പറയുന്നത് എന്താണ്? ഡെൻസിറ്റി ആണ്. സ്പെസിഫിക് വെയിറ്റിനെ നമുക്ക് റോ ജി എന്ന് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ഇനി നമ്മൾ ഈ പറയുന്ന നമ്മുടെ സീ വാട്ടറിന്റെ സർഫസിലുള്ള അതിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്, ഡെൻസിറ്റി ഓഫ് സീ വാട്ടർ വിത്ത് സർഫസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഏകദേശം ഒരു രൂപം എന്ന് പറഞ്ഞാൽ 1027 അത്രയും കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആയിരിക്കും സീ വാട്ടറിന്റെ സർഫസിലുള്ള ഡെൻസിറ്റി. ഓക്കെ, സർഫസ് ഓഫ് സീ വാട്ടറിന്റെ സർഫസിലുള്ള ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഏകദേശം 1027 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ഡെൻസിറ്റി കൂടുന്നതനുസരിച്ച് അതിന്റെ സ്പെസിഫിക് വെയിറ്റും കൂടും. ഇപ്പം നമ്മൾ ഗ്രാവിറ്റി 9.8 ആണ്. അപ്പം സാധാരണ വാട്ടറിന്റെ ഡെൻസിറ്റി 1000 ആണ്. 1000 × 9.8 ആണോ 1000 to 27 × 9.8 ആണോ കൂടുതൽ? അപ്പം ഇത് അങ്ങനെയാണ്, അത് അങ്ങനെ ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഓൾ ഓഫ് ദ എബോവ് ആണ് ഇവിടുത്തെ ആൻസർ. അതായത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അതിനകത്ത് ഡിസോൾഡ് സാൾട്ട് എയർ ഉണ്ട്, ഡിസോൾഡ് സാൾട്ട് ഉണ്ട്, സസ്പെൻഡഡ് മാറ്റർ, അതായത് എന്താണ് നമ്മുടെ സസ്പെൻഡഡ് മാറ്റർ എന്ന് പറഞ്ഞാൽ ഡിസോൾഡ് സോളിഡ്സ് ഒക്കെ കാണും. ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ഇതെല്ലാം ഉള്ളത് കൊണ്ടാണ് ഈ പറയുന്ന നമ്മുടെ സീ വാട്ടറിന്റെ സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത് ഓർഡിനറി വാട്ടറിനെ, പ്യുവർ വാട്ടറിനെക്കാട്ടി കൂടുതലാവുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 15 പോവാം. എ ഫ്ലൂയിഡ് ഈസ് ഡിഫൈൻഡ് ആസ് ഓൺ വിച്ച്. അതായത് ഒരു ഫ്ലൂയിഡിന്റെ ഡെഫിനിഷൻ ആണ് ചോദിച്ചേക്കുന്നത്. ഫ്ലൂയിഡ് നമുക്ക് ചുമ്മാ നമ്മൾ പറയാറുണ്ട് എനിത്തിങ് വിച്ച് ക്യാൻ ഫ്ലോ എന്നൊക്കെ നമുക്ക് പറയാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഫ്ലൂയിഡ് ഈസ് ഡിഫൈൻഡ് ആസ് ഓൺ വിച്ച് കനോട്ട് വിസ്റ്റാൻഡ് ഷിയർ. ഷിയറിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റൂല എന്നുള്ള സാധനമാണ് ഫ്ലൂയിഡ്. അടുത്താണ് ഒരു ഓപ്ഷൻ. രണ്ടാമത് ക്യാൻ വിസ്റ്റാൻഡ് ഷിയർ, ഇതിന് ഷിയറിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത ഓപ്ഷൻ. ഓപ്ഷൻ സി, ഡിഫോം കണ്ടിന്യൂസ്ലി വെൻ സബ്ജക്ട് ടു ഷിയർ സ്ട്രെസ്. നിങ്ങളൊരു ഷിയർ സ്ട്രെസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഡീഫോം ചെയ്തുകൊണ്ടിരിക്കും. അതായത് നമുക്കിപ്പം നിങ്ങൾ ഒരു സോളിഡ് ലിക്വിഡും തമ്മിലുള്ള അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ ഫ്ലൂയിഡ് എടുത്തു കഴിഞ്ഞാൽ ഇതിന്
ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റും. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇന്റർമോളിക്കുലർ സ്പേസ് എന്ന് പറയുന്നത് ഉണ്ട് ഇതിനകത്ത്. ആൻഡ് ഡു നോട്ട് ഹാവ് ഫിക്സഡ് ഷേപ്പ്. ഇതിനകത്ത് ഇന്റർമോളിക്കുലർ സ്പേസ് കൂടുതലാണ്. മോളിക്യൂളിൽ നിന്ന് അടുത്ത മോളിക്യൂളിലേക്കുള്ള സ്പേസ് കൂടുതലാണ്. ഇതിനകത്തൊരു ഫിക്സഡ് ഷേപ്പും കാണത്തില്ല ഒരു ഫ്ലൂയിഡിന്. നമ്മൾ ഈ പറയുന്ന ഒരു ഷിയർ സ്ട്രെസ് അതിനകത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്ലൂയിഡ് കണ്ടിന്യൂസ് ആയിട്ട് ഡീഫോം ചെയ്തുകൊണ്ടിരിക്കും. അതാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ലാസ്റ്റ് ഓപ്ഷനോടെ നമുക്ക് ഇതാണ് നമുക്കിപ്പം ഇതുവരെയും ശരിയായിട്ടുള്ള ഓപ്ഷൻ ഇതാണ്. വിൽ ബിക്കം സോളിഡ് ലൈക്ക് വെൻ ദർ ഈസ് നോ മോഷൻ. ഇതൊരിക്കലും നമുക്ക് എടുക്കാൻ പറ്റാത്തൊരു ഓപ്ഷനാണ്. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കനോട്ട് വിസ്റ്റാൻഡ് ഷിയർ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, ഇത് തെറ്റാണ്. ക്യാൻ വിസ്റ്റാൻഡ് ഷിയർ, അത് കറക്റ്റ് ആണ്, പക്ഷെ അത് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ അല്ല. ഡീഫോം കണ്ടിന്യൂസ്ലി വെൻ സബ്ജക്ട് ടു ഷിയർ. അതായത് ഷിയർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടിന്യൂസ്ലി ആയിട്ട് എന്ത് ചെയ്യും, ഡീഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കും. അതായത് ഒരു പർട്ടിക്കുലർ ഷേപ്പിലായിരിക്കത്തില്ല ഈ സാധനം ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള സംഭവത്തിന് പറയുന്ന പേരാണ് ഫ്ലൂയിഡ്. ഓർത്ത് വയ്ക്കുക. അപ്പൊ ഇത് നമ്മുടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി, ഡീഫോം കണ്ടിന്യൂസ്ലി വെൻ സബ്ജക്ട് ടു ഷിയർ സ്ട്രെസ്. ഷിയർ സ്ട്രെസ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ഡീഫോർമേഷൻ നടക്കുന്ന ഒരു സബ്സ്റ്റൻസിനെ നമുക്ക് ഫ്ലൂയിഡ് എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്തത് വേപ്പർ പ്രഷർ. വേപ്പർ പ്രഷർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേപ്പർ പ്രഷർ ഓവർ ദ കോൺകേവ് സർഫസ്. നമുക്കറിയാം കോൺകേവ് സർഫസും കോൺവെക്സ്. ഇങ്ങനത്തെ സർഫസ് ആണെങ്കിൽ അത് കോൺകേവ് ആണ്, ഇങ്ങനത്തെ ഒരു സർഫസ് ആണെങ്കിൽ അത് കോൺവെക്സും ആണ്. വേപ്പർ പ്രഷർ ഓവർ ദ കോൺകേവ് സർഫസ് എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ലെസ് ദാൻ വേപ്പർ പ്രഷർ ഓവർ ദ പ്ലെയിൻ സർഫസ്. പ്ലെയിൻ സർഫസിന്റെ വേപ്പർ പ്രഷറിനെക്കാട്ടി കുറവാണെന്നുള്ളതാണ് ഓപ്ഷൻ എ പറയുന്നത്. അത് സംഭവം ശരിയാണ്, നമുക്ക് അതിലോട്ട് വരാം. ഈക്വൽ ടു വേപ്പർ പ്രഷർ ഓവർ ദ പ്ലെയിൻ സർഫസ് അല്ല. പ്ലെയിൻ സർഫസിന്റെ വേപ്പർ പ്രഷറും കോൺകേവ് സർഫസിന്റെ വേപ്പർ പ്രഷർ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ കോൺകേവ് സർഫസിന്റെ വേപ്പർ പ്രഷർ പ്ലെയിൻ സർഫസിനെക്കാട്ടിയും കുറവായിരിക്കും. ഇനി അടുത്ത ഗ്രേറ്റർ ദാൻ വേപ്പർ പ്രഷർ ഓവർ ദ പ്ലെയിൻ സർഫസ്. ഇതും തെറ്റാണ്. 0 ഒരിക്കലും പറ്റത്തില്ല, അതും തെറ്റാണ്. ഇനി ആദ്യം നമുക്ക് വേപ്പർ പ്രഷർ എന്താണെന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഒരു സോളിഡ് അല്ലെങ്കിൽ ഒരു ലിക്വിഡ് ഒരു ക്ലോസ്ഡ് കണ്ടെയ്നറിനകത്ത്, മെയിനായിട്ട് ലിക്വിഡ് തന്നെയാണ്, ഒരു ക്ലോസ്ഡ് കണ്ടെയ്നറിനകത്ത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ വെക്കുമ്പം അതിനകത്തുനിന്ന് എക്സെർട്ട് ചെയ്യുന്ന ഒരു പ്രഷറാണ് വേപ്പർ പ്രഷർ. നമുക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ എക്സെർട്ടഡ് ബൈ എ ഗ്യാസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് എ സോളിഡ് ഓർ ലിക്വിഡ് ഇൻ എ ക്ലോസ്ഡ് കണ്ടെയ്നർ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ഇസ് കാൾഡ് വേപ്പർ പ്രഷർ എന്ന് പറയാം. അതായത് നിങ്ങളിപ്പോ ഒരു ഗ്യാസ്, ഓക്കെ, ഇത് ഒരു സോളിഡിന്റെ അല്ലെങ്കിൽ ഒരു ലിക്വിഡിന്റെ പുറത്ത് ഇങ്ങനെ നിൽക്കുവാണ്, ഒരു ക്ലോസ്ഡ് കണ്ടെയ്നർ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ വെച്ചിരിക്കുവാണെങ്കിൽ അതിനകത്തുനിന്ന് പുറപ്പെട്ട് വരുന്ന ആ പ്രഷറിന് നമുക്ക് വേപ്പർ പ്രഷർ എന്ന് പറയാം. അപ്പൊ നമുക്ക് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കോൺകേവ് സർഫസിൽ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ പ്ലെയിൻ സർഫസിനെക്കാട്ടി കുറവായിരിക്കും. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. കോൺകേവ് സർഫസിൽ, ഇവിടെ കോൺകേവ് സർഫസിലെ പറയുന്നത് കോൺകേവ് സർഫസിനെ ഉള്ള വേപ്പർ പ്രഷറിനെക്കാട്ടിയും വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് നമ്മുടെ പ്ലെയിൻ സർഫസിലുള്ള വേപ്പർ പ്രഷറിനെക്കാട്ടിയും കുറവായിരിക്കും, ലെസ് ദാൻ ആയിരിക്കും. ഓക്കെ, ഇതാണ് ആൻസർ, ഇതാണ്. നമുക്ക് വേപ്പർ പ്രഷർ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു കോൺകേവ് സർഫസിലുള്ള വേപ്പർ പ്രഷർ എപ്പോഴും എന്തായാലും കുറവായിരിക്കും. ഇപ്പൊ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഷർ എക്സെർട്ടഡ് ബൈ ദ ഗ്യാസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് എ സോളിഡ് ഓർ ലിക്വിഡ് ഇൻ എ ക്ലോസ്ഡ് കണ്ടെയ്നർ. ക്ലോസ്ഡ് കണ്ടെയ്നറിനകത്ത് ഒരു സോളിഡ് അല്ലെങ്കിൽ ലിക്വിഡിന്റെ പുറത്ത് ഈ ഒരു ഗ്യാസ് കണ്ടിന്യൂസ് ആയിട്ട് എക്സെർട്ട് ചെയ്യുന്ന ഒരു പ്രഷറിനെയാണ്, അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എക്സെർട്ട് ചെയ്യുന്ന ഒരു പ്രഷറിനെയാണ് നമ്മൾ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഈ വേപ്പർ പ്രഷർ ഓഫ് കോൺകേവ് സർഫസ് എന്ന് പറഞ്ഞാൽ ആൾവേസ് ലെസ് ദാൻ വേപ്പർ പ്രഷർ ഓവർ ദ പ്ലെയിൻ സർഫസ് നമ്മൾ പഠിച്ചു. ഇതിന് നമ്മൾ പറയുന്ന ഒരു പേരുണ്ട്. ആ പേര് എന്താണെന്ന് വെച്ചാൽ കാപ്പിലറി കണ്ടൻസേഷൻ എന്നാണ് ഇതിന് പറയുന്നത്. നമ്മളിപ്പോ ഇതിനകത്ത് പഠിച്ച കാര്യം എന്ന് പറഞ്ഞാൽ വേപ്പർ പ്രഷർ ഓവർ ദ കോൺകേവ് സർഫസ് ഈസ് ലെസ് ദാൻ വേപ്പർ പ്രഷർ ഓവർ ദ പ്ലെയിൻ സർഫസ്. ഇതിന് പറയുന്ന പേരാണ് കാപ്പിലറി കണ്ടൻസേഷൻ. ഓക്കെ, അപ്പൊ ഇത് പറയുന്ന കാപ്പിലറി കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ ഡിപ്പോസിറ്റ് ഓഫ് എ ലിക്വിഡ് ഇൻ എ പോറസ് ബോഡി ഫ്രം എ വേപ്പർ എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഇത് വേപ്പർ പ്രഷർ കൂടുതൽ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, വേപ്പർ പ്രഷർ ലിക്വിഡ് ഡിപ്പെൻസ് ഓൺ ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്ന മാറുന്ന ഒരു സാധനമാണ് വേപ്പർ പ്രഷർ. അത് ഓർത്ത് വയ്ക്കുക. ഇപ്പം ഇതിന് സർഫസ് ഏരിയക്കൊക്കെ ഇൻഡിപെൻഡന്റും ആയിരിക്കും. അപ്പൊ വേപ്പർ പ്രഷർ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ സർഫസ് ഏരിയ എസ് എന്ന് പറയാം, അതിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. പിന്നെ നമ്മള് വേപ്പർ പ്രഷർ ഒരു കോൺകേവ് സർഫസ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് സർഫസിനെക്കാട്ടി നമുക്കറിയാം, നമ്മളിപ്പോ പഠിച്ചു, കോൺകേവ് സർഫസിലുള്ള വേപ്പർ പ്രഷർ ലെസ് ദാൻ പ്ലെയിൻ സർഫസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഇതാണ് വേപ്പർ പ്രഷർ ഓവർ ദ കോൺകേവ് സർഫസ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ വേപ്പർ പ്രഷർ ഓവർ ദ പ്ലെയിൻ സർഫസ്.
എപ്പോഴും ഒരു കോൺകേവ് സർഫസിലുള്ള വേപ്പർ പ്രഷർ പ്ലെയിൻ സർഫസിലുള്ള വേപ്പർ പ്രഷറിനെക്കാട്ടി കുറവായിരിക്കും, ലെസ് ദാൻ ആയിരിക്കും. അത് ഓർത്ത് വയ്ക്കണം. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 17ലേക്ക് പോവാം. ഇഫ് ദ സർഫസ് ഓഫ് ദ ലിക്വിഡ് ഈസ് കോൺവെക്സ്, നമ്മളിപ്പോ പറഞ്ഞത് നമ്മള് കോൺകേവിന്റെ കേസാണ്. അതായത് ലിക്വിഡിന്റെ സർഫസ്, ഇത് ലിക്വിഡ് ആണെങ്കിൽ ഈ ലിക്വിഡിന്റെ സർഫസ് കോൺകേവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും, കോൺവെക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. കോൺവെക്സ് ആണെങ്കിൽ കൊഹഷൻ പ്രഷർ ഈസ് നെഗ്ലിജിബിൾ. ഓരോ ഓപ്ഷൻ പറയുന്നുണ്ട്. ഓപ്ഷൻ എ കൊഹഷൻ പ്രഷർ നെഗ്ലിജിബിൾ ആണ്, കൊഹഷൻ പ്രഷർ ഡിക്രീസ്ഡ് ആണ്, കൊഹഷൻ പ്രഷർ ഇൻക്രീസ്ഡ് ആവും, നൺ ഓഫ് ദ എബോവ്. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇതിന് ആൻസർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് ഈ കൊഹഷൻ എന്നുള്ള സംഭവം നിങ്ങൾ ഓർത്തു വയ്ക്കുക. നിങ്ങൾക്കൊക്കെ അറിയാം, കൊഹഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ പഠിച്ചിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അഡ്ഹഷനും കൊഹഷനും. അഡ്ഹഷൻ എന്ന് പറഞ്ഞാല് ഒരു സബ്സ്റ്റൻസ് വേറൊന്നിൽ പോയി ഒട്ടിയിരിക്കുന്നതാണ് അഡ്ഹഷൻ. കൊഹഷൻ എന്ന് പറഞ്ഞാൽ ഒരേ സബ്സ്റ്റൻസിന്റെ 2 മോളിക്യൂൾസ് തമ്മിൽ ഒട്ടിയിരിക്കുന്നതാണ് കൊഹഷൻ എന്ന് പറയുന്നത്. ഒരു ലിക്വിഡിന്റെ സർഫസ് കോൺവെക്സ് ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, കൊഹസീവ് ഫോഴ്സ് ഇൻ ദ ലിക്വിഡ് എന്ന് പറയുന്നത് അഡ്ഹസീവ് ഫോഴ്സിനെക്കാട്ടിയും കൂടുതലായിരിക്കും. അതായത് ലിക്വിഡിന്റെ സർഫസ് കോൺവെക്സ് ആണെങ്കിൽ ഈ പറയുന്ന കൊഹസീവ് ഫോഴ്സ്, നമ്മുടെ കൊഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് അഡ്ഹസീവ് ഫോഴ്സിനെക്കാട്ടിയും കൂടുതലായിരിക്കും. ഓക്കെ, അത് ഓർത്ത് വയ്ക്കണം. അപ്പൊ നമ്മൾ ഈ കൊഹസീവ് ഫോഴ്സ് സ്ട്രോങ്ങർ ആകുമ്പം ലിക്വിഡ് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അഡ്ഹസീവ് ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യും. അതായത് കൊഹസീവ് ഫോഴ്സ് സ്ട്രോങ്ങർ ആകുമ്പം ലിക്വിഡ് അഡ്ഹസീവ് ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യും. അങ്ങനെ അതൊരു കോൺവെക്സ് ഷേപ്പ് അല്ലെങ്കിൽ സർഫസ് ഉണ്ടാക്കും. ഓക്കെ, അപ്പൊ കൊഹസീവ് ഫോഴ്സ് കൂടുതലായിരിക്കും. ഓക്കെ, കൊഹസീവ് ഫോഴ്സ് കൂടുതലാകുമ്പോൾ അഡ്ഹസീവ് ഫോഴ്സിനെ അത് റെസിസ്റ്റ് ചെയ്യും. അഡ്ഹസീവ് ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കോൺവെക്സ് ആയിട്ടുള്ള ഒരു സർഫസ് സ്ഫെറിക്കൽ ഷേപ്പിൽ ഫോം ആയി വരും. ഇനി കൊഹസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലിക്വിഡിന്റെ മോളിക്യൂൾസിനെ ചേർത്ത് വയ്ക്കുന്ന ഫോഴ്സ് ആണ് കൊഹസീവ് ഫോഴ്സ്. അഡ്ഹസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ലിക്വിഡിന്റെ മോളിക്യൂൾസിനെ ഒരു സർഫസ് നിന്ന് വലിച്ചെടുത്തുകൊണ്ട് പോകുന്ന ഫോഴ്സ് ദാറ്റ് പുൾ എ ലിക്വിഡ് ടുവേർഡ്സ് എ സർഫസ്. സർഫസിനകത്തോട്ട് വലിച്ചു കൊണ്ടുവരുന്ന ഫോഴ്സ് ആണ് അഡ്ഹസീവ് ഫോഴ്സ്. കൊഹസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ലിക്വിഡിന്റെ മോളിക്യൂൾസ് തമ്മിൽ ഉണ്ടാകുന്ന ഒരു ഫോഴ്സ്, അതാണ് കൊഹസീവ് ഫോഴ്സ്. ഓക്കെ, ഇനി അപ്പൊ നമ്മുടെ ആൻസർ നമുക്ക് ഓപ്ഷൻ സി ആണ്. കൊഹഷൻ പ്രഷർ കൂടുതലായിരിക്കും. കോൺവെക്സ് ആണെങ്കിൽ കൊഹഷൻ പ്രഷർ കൂടുതലായിരിക്കും. ഓർത്ത് വയ്ക്കുക, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഒരു സർഫസ് ഓഫ് എ ലിക്വിഡ് കോൺവെക്സ് ആണെങ്കിൽ അതിനകത്തുള്ള കൊഹഷൻ ഫോഴ്സ് കൂടുതലായിരിക്കും, അഡ്ഹഷൻ ഫോഴ്സ് ആയിരിക്കും കുറവ്. ഈ കൊഹഷൻ കൂടുതലും അഡ്ഹഷൻ കുറവും ആകുമ്പോഴാണ് ഇവിടെ എന്തുണ്ടാവുന്നത്, ഒരു കോൺവെക്സ് സർഫസ് ഫോം ആയി വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 18ലേക്ക് പോവാം. സോറി, 18 അല്ല 19 ആണ് കൊടുത്തിരിക്കുന്നത്. ഇൻ കേസ് ഓഫ് ലിക്വിഡ്സ് ദ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ. അതായത് നമ്മൾ ലിക്വിഡ് എടുത്തു കഴിഞ്ഞാൽ ഇതിലെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്താണെന്ന് നമുക്കറിയാലോ. ഈ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ആംഗിൾ ഓഫ് കോണ്ടാക്ട്, ലിക്വിഡിന്റെ കേസിൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന്, നേച്ചർ ഓഫ് ലിക്വിഡ് ആൻഡ് ദ സോളിഡ്. ഈ സോളിഡിന്റെ ലിക്വിഡിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. മെറ്റീരിയൽ വിച്ച് എക്സിസ്റ്റ് എബോവ് ദ ഫ്രീ സർഫസ് ഓഫ് ദ ലിക്വിഡ്. അതായത് ഈ നമ്മുടെ ഫ്രീ സർഫസ് ഓഫ് ദ ലിക്വിഡിന്റെ മുകളിൽ ഏത് മെറ്റീരിയൽ ആണോ ഉള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ഇത് രണ്ടും ശരിയാണ്. നമ്മുടെ ഓപ്ഷനിൽ രണ്ടും ശരിയായെന്ന് പറഞ്ഞാൽ ബോത്ത് എ ആൻഡ് ബി, അതായത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ, ബോത്ത് എ ആൻഡ് ബി. ഓക്കെ, എയും ബിയും കറക്റ്റ് തന്നെയാണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 20. ക്വസ്റ്റ്യൻ നമ്പർ 20ൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ പലർക്കും തിരിയുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. കാര്യം ഇൻ ദ സ്റ്റെബിലിറ്റി ഓഫ് എ ഫ്ലോട്ടിംഗ് ബോഡി, അതായത് ഫ്ലോട്ടിംഗ് ബോഡിയുടെ സ്റ്റെബിലിറ്റി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ സ്റ്റേബിൾ ഇക്വിലിബ്രിയം ഈസ് അറ്റൈൻഡ്. ഇത് സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആവുന്ന എപ്പോഴാണ്? ഇഫ് ദ മീറ്റ സെന്റർ എം ഡാഷ് ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ജി. അതായത് മീറ്റ സെന്റർ, അതായത് സ്റ്റേബിൾ ഇക്വിലിബ്രിയം ഫ്ലോട്ടിംഗ് ബോഡിയുടെ കേസിലാണ്. ഫ്ലോട്ടിംഗ് ബോഡി എന്ന് പറഞ്ഞാൽ അറിയാലോ, വെള്ളത്തിൽ ഇങ്ങനെ ലിക്വിഡിൽ ഫ്ലോട്ട് ചെയ്യുന്ന ബോഡി ആണെങ്കിൽ സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആവണമെങ്കിൽ മീറ്റ സെന്ററും സെന്റർ ഓഫ് ഗ്രാവിറ്റി എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. മീറ്റ സെന്റർ ലൈസ് എബോവ് ആണോ, കോയിൻസൈഡ് വിത്ത് സെന്റർ ഓഫ് ഗ്രാവിറ്റി ജി ആണോ, ഈസ് പാരലൽ ടു സെന്റർ ഓഫ് ഗ്രാവിറ്റി ജി ആണോ, ലൈസ് ബിലോ സെന്റർ ഓഫ് ഗ്രാവിറ്റി ജി ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഇപ്പം ഒരു ഫ്ലോട്ടിംഗ് ബോഡിയുടെ കേസിൽ ഇഫ് മീറ്റ സെന്റർ എബോവ് ആരാണ്?
സെന്റർ ഓഫ് ഗ്രാവിറ്റി ആണെങ്കിൽ മീറ്റ സെന്റർ, അത് നമ്മളൊന്ന് വ്യക്തമായിട്ട് എഴുതാം. മീറ്റ സെന്റർ എബവ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ജി ആണെങ്കിൽ ഇതെന്ത് ഇക്വിലിബ്രിയം ആയിരിക്കും? സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആയിരിക്കും. സ്റ്റേബിൾ, ഓർത്ത് വയ്ക്കുക, സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആയിരിക്കും. ഇനി അടുത്ത കേസ്, ഇപ്പം മീറ്റ സെന്റർ എം ഈസ് ഈക്വൽ ടു സെന്റർ ഓഫ് ഗ്രാവിറ്റി ജി ആണെങ്കിൽ ഇത് ഇതായിരിക്കും, ന്യൂട്രൽ ഇക്വിലിബ്രിയം ആയിരിക്കും. ന്യൂട്രൽ ഇക്വിലിബ്രിയം ആയിരിക്കും. ഇനി മീറ്റ സെന്റർ എം ലൈസ് ബിലോ, എം ജിനെക്കാട്ടിയും താഴെയാണെങ്കിൽ ഇത് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആയിരിക്കും. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആയിരിക്കും. ഓക്കെ, അപ്പൊ ഓർത്ത് വെക്കേണ്ടത് എം ജിനെക്കാട്ടിയും മേലിലാണെങ്കിൽ സ്റ്റേബിൾ ആയിരിക്കും, എം ഈസ് ഈക്വൽ ടു ജി ആണെങ്കിൽ ന്യൂട്രൽ ആയിരിക്കും, എം ബിലോ ജി ആണെങ്കിൽ അൺസ്റ്റേബിൾ ആയിരിക്കും. ഇത് ഏത് ബോഡിയിലാണ്? ഒരു ഫ്ലോട്ടിംഗ് ബോഡിയാണ്. സ്റ്റെബിലിറ്റി ഓഫ് ഫ്ലോട്ടിംഗ് ബോഡിയുടെ കേസിലാണ് ഇത് കറക്റ്റ് ആവുന്നത്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് എം ഡാഷ് സെന്റർ ഓഫ് ഗ്രാവിറ്റി, കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആവണമെങ്കിൽ എന്തായിരിക്കും? എം ഈസ് എബോവ്, അത് ലൈസ് എബോവ്, അതായത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. എം ലൈസ് എബോവ് ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി. ഓക്കെ, അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുക. ഈ ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ അതിന് ആ ക്വസ്റ്റ്യൻസിൽ വരുന്ന ടോപ്പിക്സും കൂടെ നിങ്ങൾ കവർ ചെയ്ത് പോകാൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യൻ തന്നെ പഠിച്ചു. അപ്പം ഇതിനകത്ത് ഇപ്പം സ്റ്റേബിൾ ഫ്ലോട്ടിംഗ് ബോഡിയാണ്, സബ്മർജ്ഡ് ബോഡിയാണ്, അതിന്റെ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വരും. അതൊക്കെ പഠിച്ചുകൊള്ളണം. സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആവണമെങ്കിൽ കണ്ടീഷൻ എന്താണ്, ഇനി ന്യൂട്രൽ ഇക്വിലിബ്രിയം ആണെങ്കിൽ കണ്ടീഷൻ എന്താണ്, അൺസ്റ്റേബിൾ ആണെങ്കിൽ കണ്ടീഷൻ എന്താണെന്നൊക്കെ പഠിക്കണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.